ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ PM കെയേഴ്സ് ഫണ്ടിൽ നിന്നും 201.58 കോടി രൂപ അനുവദിച്ചു. യാത്രാക്കൂലി കൂട്ടുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് റെയിൽവേ. രാജ്യത്ത് 58 പേർക്ക് ജനിതകമാറ്റം വന്ന കൊറോണ ബാധ. കോവിഡ് മുക്തിനിരക്ക് 96.32%. കേരളത്തിൽ ഇന്നലെ 24 കോവിഡ് മരണങ്ങൾ. 5615 പേർക്ക് കൂടി രോഗബാധ. പക്ഷിപ്പനിയെ കേരളത്തിൽ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ISL ഫുട്ബോളിൽ ബംഗളൂരുവിനെതിരെ മുംബൈ സിറ്റിക്ക് ജയം. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ മുതൽ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ഓക്സിജൻ ഉൽപാദന പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി പൊതുജന സേവനത്തിനും അടിയന്തര സഹായത്തിനുമുള്ള പ്രധാനമന്ത്രിയുടെ PM കെയേഴ്സ് ഫണ്ടിൽ നിന്നും 201.58 കോടി രൂപ അനുവദിക്കും. വിശദാംശങ്ങളുമായി സുവർണ. 154.19 മെട്രിക് ടൺ ശേഷിയുള്ള 162 മെഡിക്കൽ ഓക്സിജൻ ജനറേഷൻ പ്ലാന്റുകളാണ് 32 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അധികമായി സ്ഥാപിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വതന്ത്ര സംഘടനയായ സെൻട്രൽ മെഡിക്കൽ സപ്ലൈ സ്റ്റോറിനാണ് പദ്ധതി നിർവഹണ ചുമതല. മെഡിക്കൽ ഓക്സിജൻ ഉൽപാദന പ്ലാന്റുകൾക്ക് ആദ്യ 3 വർഷം വാറന്റി നൽകും. അടുത്ത 7 വർഷത്തേക്ക് സമഗ്ര വാർഷിക അറ്റകുറ്റപ്പണിക്ക് കരാർ നൽകിയിട്ടുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിന്റെ ചെലവ് അതത് സംസ്ഥാനങ്ങൾ നിർവഹിക്കും. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ രോഗികൾക്ക് കൃത്യസമയത്ത് ഓക്സിജൻ ലഭ്യമാക്കുന്നതിന് സ്വന്തമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റുകൾ ഉപകാരപ്രദമാണ്. രാജ്യത്ത് കോവിഡ്-19 രോഗികൾ ഉൾപ്പെടെ അടിയന്തര ചികിത്സ ആവശ്യമായ നിരവധി പേർക്ക് കൃത്യസമയത്ത് ആവശ്യമായ അളവിൽ ഓക്സിജൻ എത്തിക്കുന്നതിന് പദ്ധതി സഹായിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഒരു രാജ്യം ഒരു വാതക ശൃംഖല പരിപാടിയിലൂടെ രാജ്യത്ത് സംശുദ്ധ ഊർജ്ജം പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജ്ജ മേഖലയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ അതിവേഗം വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെയും കർണാടകയുടെയും ഭാവി വികസനത്തിൽ കൊച്ചി മംഗലുരു ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി നിർണായകമായി മാറും. പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനുള്ള പ്രതിബന്ധങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി മറികടന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 450 കിലോമീറ്റർ നീളമുള്ള കൊച്ചി മംഗളൂരു വാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. റെയിൽവേയിൽ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അത് മാധ്യമ സൃഷ്ടിയാണെന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. യാത്രാക്കൂലി വർദ്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ പരിഗണനയിൽ ഇല്ലെന്നും റെയിൽവേ വ്യക്തമാക്കി. അടിസ്ഥാനരഹിതമായ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയണമെന്നും റെയിൽവേ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. റെയിൽ മാർഗമുള്ള ചരക്ക് നീക്കം സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനായി രൂപീകരിച്ച ചരക്ക് നീക്ക വ്യവസായ വികസന പോർട്ടൽ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ രാജ്യത്തിന് സമർപ്പിച്ചു. റെയിൽവേയുമായുള്ള വ്യാപാര സംബന്ധമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ലളിതവൽക്കരിക്കുന്നതിന് പുതിയ പോർട്ടൽ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പരിസ്ഥിതി സൌഹൃദ ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയും മഹാരാഷ്ട്ര റെയിൽ കോർപ്പറേഷനും തമ്മിൽ ഒപ്പുവച്ചു. മനുഷ്യ മാലിന്യ സംസ്കരണത്തിനുള്ള തദ്ദേശീയവും ചെലവ് കുറഞ്ഞതുമായ സാങ്കേതിക വിദ്യയാണ് DRDOയുടെ MK2 സാങ്കേതിക വിദ്യ. മഹാരാഷ്ട്രയിലെ മെട്രോ റെയിൽ ശൃംഖലയിൽ ഉടനീളം ഈ സാങ്കേതിക വിദ്യ നടപ്പാക്കുവാനുള്ള എല്ലാ സാങ്കേതിക പിന്തുണയും DRDO നൽകും. ഇന്ത്യൻ റെയിൽവേ ഇതിനകം തന്നെ 2.40 ലക്ഷം ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ പാസഞ്ചർ കോച്ചുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ MiG-21 ബൈസൺ വിമാനം തകർന്നു വീണു. പൈലറ്റ് രക്ഷപ്പെട്ടു. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് പരിശീലനത്തിനിടെ വിമാനം രാജസ്ഥാനിലെ സൂറത്ഗഡിന് സമീപം ഇന്നലെ തകർന്നു വീണത്. സംഭവത്തിൽ വ്യോമസേന ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അമർനാഥ് തീർത്ഥാടകരുടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുമെന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു. ഈ വർഷത്തെ അമർനാഥ് യാത്രയുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചുള്ള അവലോകന യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. തീർത്ഥാടകർക്ക് മികച്ച വൈദ്യസഹായം നൽകുന്നതിന് മുൻഗണന നൽകുമെന്ന് അറിയിച്ച ശ്രീ മനോജ് സിൻഹ തീർത്ഥാടകരുടെ അപകട ഇൻഷുറൻസ് വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശങ്ങൾക്കും അംഗീകാരം നൽകി. ബ്രിട്ടനിലെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് തനിക്ക് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിർവാഹമില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യ സന്ദർശിക്കണമെന്നാണ് ആഗ്രഹമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിട്ടനിലെ സാഹചര്യം മനസ്സിലാക്കുന്നതായും എത്രയും വേഗം സ്ഥിതിഗതി നിയന്ത്രണ വിധേയമാകട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ബോറിസ് ജോൺസന്റെ ഇന്ത്യാ സന്ദർശനം എത്രയും വേഗം സാധ്യമാകട്ടെയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് വാക്സിൻ ലോകത്തിന് ലഭ്യമാക്കുന്നതുൾപ്പെടെ നിരവധി വിഷയങ്ങളിലുള്ള പരസ്പര സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്.
കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്ത് പ്രതിദിന കോവിഡ് മുക്തരുടെ എണ്ണം പ്രതിദിന രോഗബാധിതരേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16,375 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 29,091 പേർ രോഗമുക്തരായി. 201 മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്ത് പുതുതായി 20 പേർക്ക് കൂടി ജനിതകമാറ്റം വന്ന വൈറസ് ബാധ കണ്ടെത്തി. ഇതോടെ ആകെ 58 പേരിൽ പുതിയ വൈറസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞു. നിലവിൽ കോവിഡ് ബാധിച്ച് ഇന്ത്യയിൽ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 2,31,036 ഇതുവരെ രോഗം ബാധിച്ചവരുടെ 2.23% ഇത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 8.96 ലക്ഷം സാമ്പിളുകളും പരിശോധിച്ചു. കേരളത്തിൽ ഇന്നലെ 24 കോവിഡ് മരണം കൂടി രേഖപ്പെടുത്തി. ഇതോടെ മഹാമാരി മൂലം മരിച്ചവർ 3,184 ഇന്നലെ 5,615 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 4,922 പേർ രോഗമുക്തരായി. രോഗസ്ഥിരീകരണ നിരക്ക് 9.16% ഉയർന്നു. ഇനി 63,802 പേരാണ് ചികിത്സയിൽ ഉള്ളത്. കേരളത്തിൽ പക്ഷിപ്പനിയെ സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. രോഗം കൂടുതൽ പടരാതിരിക്കുവാനുള്ള പ്രതിരോധ നടപടികളും ആരംഭിച്ചു. ആലപ്പുഴയിലും കോട്ടയത്തും പക്ഷിപ്പനി ബാധിച്ച പ്രദേശങ്ങളിലെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ കൊന്നു നശിപ്പിക്കുന്ന നടപടികൾ തുടങ്ങി. കോട്ടയം നീണ്ടൂരിൽ 3,500 താറാവുകളെ കൊന്നു. പക്ഷിപ്പനി മൂലം നഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ രാജു അറിയിച്ചു. ഹിമാചൽ പ്രദേശിൽ 4 ജില്ലകളിൽ രാത്രി കർഫ്യൂ പിൻവലിച്ചു. കോവിഡിനെ തുടർന്നുള്ള സ്ഥിതിഗതി മെച്ചപ്പെട്ടതിനാലാണ് ഷിംല, കാംഗ്ര, മണ്ഡി, കുളു എന്നീ ജില്ലകളിലെ രാത്രികാല കർഫ്യൂ സംസ്ഥാന സർക്കാർ പിൻവലിച്ചത്. സർക്കാർ ഓഫീസുകൾ ഇനി സാധാരണഗതിയിൽ ആഴ്ചയിൽ 6 ദിവസവും പ്രവർത്തനം പുനരാരംഭിക്കും. 50% ഹാജർ നിലയോടെ പരിശീലന ക്ലാസുകൾക്കും മന്ത്രിസഭ അനുമതി നൽകി. തെരഞ്ഞെടുപ്പ് പരിശീലന പ്രവർത്തനങ്ങൾ സുഗമമാകുന്നതിന് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച നിബന്ധനകളിലും സംസ്ഥാന മന്ത്രിസഭ ഇളവ് നൽകി. കോവിഡ്-19-നെതിരെയുള്ള മോഡേണ വാക്സിന് ഇസ്രായേൽ അനുമതി നൽകി. അമേരിക്കയ്ക്കും കാനഡയ്ക്കും ശേഷം മോഡേണ വാക്സിന് അംഗീകാരം നൽകുന്ന 3ാമത്തെ രാജ്യമാണ് ഇസ്രായേൽ. കോവിഡ് പശ്ചാത്തലത്തിൽ ജർമ്മനിയിൽ അടച്ചുപൂട്ടൽ ഈ മാസം 31 വരെ നീട്ടാൻ ഫെഡറൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അനുമതി നൽകി. ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് കൂടുതൽ പകരാൻ സാധ്യത ഉള്ളതിനാലാണ് ഇങ്ങനെ ഒരു തീരുമാനം വേണ്ടിവന്നതെന്ന് അടച്ചുപൂട്ടൽ സംബന്ധിച്ച പുതുക്കിയ ചട്ടങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കൽ വ്യക്തമാക്കി. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,68,00,000 കടന്നു. 6,15,00,000-ലധികം പേർ രോഗമുക്തരായി. 18,74,000-ലധികം ആളുകളാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 2.34 കോടിയോളം പേരാണ് ചികിത്സയിൽ ഉള്ളത്. ISL ഫുട്ബോളിൽ കഴിഞ്ഞ രാത്രി നടന്ന മത്സരത്തിൽ ബംഗളൂരു FCയെ മുംബൈ സിറ്റി FC 1-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് തിരിച്ചെത്തി. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള ബംഗളൂരു FCയുടെ തുടർച്ചയായ 3ാം തോൽവിയായിരുന്നു ഇത്. ഇന്ന് രാത്രി 7:30-നുള്ള മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ഗോവയെ നേരിടും. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ 3ാമത്തെ മത്സരം നാളെ മുതൽ പുലർച്ചെ 5-ന് സിഡ്നിയിലാണ് മത്സരം. രോഹിത് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. മെൽബണിലെ 8 വിക്കറ്റ് ജയത്തിന്റെ ആവേശത്തിൽ ഇറങ്ങുന്ന അജിൻക്യ രഹാനെയുടെ സംഘം ആത്മവിശ്വാസത്തിലാണ്. ഹിമാചൽ പ്രദേശിൽ ഹിമതാപം രൂക്ഷമായി. മഞ്ഞുവീഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്താകമാനം താപനില കുറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കിനൌർ ജില്ലയിൽ 40 സെന്റിമീറ്റർ മഞ്ഞുവീഴ്ചയുണ്ടായതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ PM കെയേഴ്സ് ഫണ്ടിൽ നിന്നും 201.58 കോടി രൂപ അനുവദിച്ചു. യാത്രാക്കൂലി കൂട്ടുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് റെയിൽവേ. രാജ്യത്ത് 58 പേർക്ക് ജനിതകമാറ്റം വന്ന കൊറോണ ബാധ. കോവിഡ് മുക്തിനിരക്ക് 96.32%. കേരളത്തിൽ ഇന്നലെ 24 കോവിഡ് മരണങ്ങൾ. 5,615 പേർക്ക് കൂടി രോഗബാധ. ISL ഫുട്ബോളിൽ ബംഗളൂരുവിനെതിരെ മുംബൈ സിറ്റിക്ക് ജയം. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.